എന്തിനും ഏതിനും മറ്റുള്ളവരെ പഴിചാരുന്ന ദുസ്വഭാവമുണ്ട് ചിലർക്ക്. ശ്രദ്ധിച്ചിട്ടില്ലേ? വിമർശിക്കാൻ ഒരു ഇരയുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ആവേശമാണ്. ആവേശ കമ്മിറ്റിക്കാരായിട്ടുള്ള പഴിചാരുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ഇവരുടെ വളഞ്ഞിട്ടുള്ള ആക്രമണത്തിൽ നിങ്ങൾ ഇരയായിട്ടുണ്ടാവില്ലേ? പറയുന്നതിൻ്റെ ആധികാരികതയൊന്നും ഇവർക്ക് പ്രശ്നമേ അല്ല. ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ വിഷയങ്ങളിലും പ്രശ്നത്തിൻ്റെ ഭാഗമുണ്ട്, അതുപോലെ പരിഹാരത്തിൻ്റെ ഒരു ഭാഗവുമുണ്ട്. കുറ്റം കണ്ടുപിടിക്കുന്നവർ എന്നും പ്രശ്നത്തിൻ്റെ ഭാഗത്തായിരിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നവും ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത വിധം ദുരുദ്ദേശപരമായ ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും. അർഹിക്കുന്ന അവജ്ഞതയോടെ ആ ചോദ്യങ്ങളെയെല്ലാം, ചോദ്യകർത്താക്കളെയും എല്ലാം അകലെ തന്നെ നിർത്തണം. എന്താണ് കാരണമെന്ന് കണ്ടെത്തുന്നതിനു പകരം ആരാണ് കാരണക്കാർ എന്ന് കണ്ടെത്താനുള്ള ശ്രമം പ്രശ്നപരിഹാരത്തിൻ്റെതല്ല, പ്രതികാര മനോഭാവത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുക. എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നതിനുമപ്പുറം ആരാ പ്രശ്നക്കാർ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ പ്രശ്നക്കാർക്കെതിരെ പ്രതികാരത്തിൻ്റെ മനോഭാവത്തോടു കൂടിയാണ് നിങ്ങൾ നീങ്ങുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് ഒരു ചോദ്യം സ്വയം ചോദിക്കണം. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്നതാണ് ആ ചോദ്യം. ഓർമ്മിക്കുക, പലരും തകർന്നടിഞ്ഞത് താഴെ വീണതുകൊണ്ടല്ല, എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഒരാൾ പോലും കൈകൊടുക്കാൻ ഇല്ലാതിരുന്നതിനാലാണ്. ഉപേക്ഷിക്കാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിട്ടും ചേർത്തു നിർത്തുന്നവരെ മാത്രം പ്രിയപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക. നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരെ നമ്മൾ തെല്ലകലെ നിർത്തുക. നിങ്ങളുടെ പ്രശ്നത്തിനോടൊപ്പമാണ് അവർ നിൽക്കുന്നതെങ്കിൽ, പ്രശ്നപരിഹാരത്തോടൊപ്പം നിൽക്കാത്തവരാണെങ്കിൽ നിങ്ങളെ അവർ തീർച്ചയായും ആക്രമിച്ചുകൊണ്ടേയിരിക്കും.